ബോളിവുഡിലും നാടകരംഗത്തും ഏറെ പ്രസിദ്ധനായ നടനാണ് പരേഷ് റാവൽ. ഹിന്ദിയിലും ഗുജറാത്തിയിലുമായി 200-ലധികം സിനിമകളിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. ശുഭാങ്കർ ഘോഷിന്റെ വോ ചോക്രി എന്ന ചിത്രത്തിലെയും മഹേഷ് ഭട്ടിന്റെ സർ എന്ന ചിത്രത്തിലെയും അഭിനയത്തിന് മികച്ച സഹനടനുള്ള ദേശീയ അവാർഡും അദ്ദേഹം നേടിയിട്ടുണ്ട്. രാജ്യം പത്മശ്രീ നൽകി ആദരിച്ച പരേഷ് ബിജെപിയിലൂടെയാണ് രാഷ്ട്രീയത്തിലും പ്രവേശിച്ചത്. 2014-ൽ അഹമ്മദാബാദ് ഈസ്റ്റിൽ നിന്ന് ബിജെപി ടിക്കറ്റിൽ വിജയിച്ച് പാർലമെന്റിലും പ്രവേശിച്ചു. ഇപ്പോൾ നടൻ മമ്മൂട്ടിയുടെ ദേശീയ അവാർഡിനെക്കുറിച്ച് പരേഷ് ഗുരുതരമായ ചില ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. 1993-ൽ ലോബി ചെയ്താണ് മമ്മൂട്ടി മികച്ച നടനുള്ള ദേശീയ അവാർഡ് നേടിയതെന്ന് ആരോപിക്കപ്പെടുന്നു. അത് അദ്ദേഹം അർഹിക്കുന്ന അവാർഡാണെന്നും അദ്ദേഹം പറയുന്നു. ഒരു പ്രമുഖ ഹിന്ദി വാർത്താ പോർട്ടലിന് നൽകിയ അഭിമുഖത്തിലാണ് പരേഷ് റാവലിന്റെ വിവാദ പരാമർശങ്ങൾ. അദ്ദേഹം ഉന്നയിച്ച വാദങ്ങൾ ഇപ്രകാരമാണ്: 1993-94 കാലഘട്ടത്തിൽ ഞാൻ മൗറീഷ്യസിൽ ഷൂട്ടിങ്ങിലായിരിക്കുമ്പോഴാണ് രാവിലെ 7:30 ഒരു ഫോൺ കോൾ വരുന്നത്. സംവിധായകൻ മഹേഷ് ഭട്ടിന്റെ ഫോൺ കോൾ ആയിരുന്നു അത്. അദ്ദേഹം എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു. ഉറക്കത്തിലായിരുന്നു എന്നും ചോദിച്ചു. അദ്ദേഹം എന്നോട് പെട്ടെന്ന് എഴുന്നേൽക്കാൻ പറഞ്ഞു. അയാൾ സംവിധാനം ചെയ്ത സർ എന്ന ചിത്രത്തിലെ അഭിനയത്തിന് എനിക്ക് ദേശീയ അവാർഡ് ലഭിക്കുമെന്നും പറഞ്ഞു. അതിന് പിന്നാലെ അപ്രതീക്ഷിതമായി സംവിധായിക കൽപ്പന ലക്ഷ്മിയിൽ നിന്നും ഒരു കോൾ വന്നു. കേതൻ സംവിധാനം ചെയ്ത സർദാർ എന്ന ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച നടനുള്ള ദേശീയ അവാർഡ് ലഭിക്കുമെന്നും പറഞ്ഞു. എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാകാതെ ഞാൻ അവിടെ ഇരിക്കുകയായിരുന്നു. കേതൻ സംവിധാനം ചെയ്ത സർദാറിനാണോ അവാർഡെന്ന് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ച് സ്ഥിരീകരിച്ചു. തീർച്ചയായും കേതന്റെ ചിത്രത്തിനാണെന്ന് അവർ പറഞ്ഞു. ഷൂട്ടിംഗ് കഴിഞ്ഞ് വളരെ സന്തോഷത്തോടെയും അംഗീകാരത്തിന്റെ പ്രതീക്ഷയോടെയും അദ്ദേഹം ഡൽഹിയിലേക്ക് മടങ്ങി. പക്ഷേ വീട്ടിലേക്ക് മടങ്ങിയപ്പോൾ അവാർഡ് സിനിമയിലെ അഭിനയത്തിന് മാത്രമാണെന്ന് അദ്ദേഹം മനസ്സിലാക്കി. സർദാറിന് അവാർഡ് ലഭിച്ചില്ലെന്നും അദ്ദേഹം മനസ്സിലാക്കി. എന്നിട്ടും അദ്ദേഹത്തിന് സംശയം തോന്നി. സംവിധായകൻ കേതനെയും സംവിധായകൻ ശ്യാം ബെനഗലിനെയും ചലച്ചിത്ര നിരൂപകൻ ഖാൻ മുഹമ്മദിനെയും വിളിച്ചു. എന്താണ് സംഭവിച്ചതെന്ന് അദ്ദേഹം എല്ലാവരോടും ചോദിച്ചു മനസ്സിലാക്കി. അവാർഡ് കമ്മിറ്റിയുടെ തീരുമാനത്തെക്കുറിച്ച് കേതൻ മേത്ത തന്റെ സംശയം പ്രകടിപ്പിച്ചു. ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള മുൻ കോൺഗ്രസ് എംപിയും വ്യവസായിയുമായ ടി സുബ്രഹ്മണ്യ റെഡ്ഡിയെയും അദ്ദേഹം വിളിച്ചു. നിങ്ങൾ ലോബി ചെയ്തില്ല എന്നാണ് പ്രശ്നം. അതായിരുന്നു സുബ്രഹ്മണ്യ റെഡ്ഡിയുടെ മറുപടി. അവർ കഠിനമായി ലോബി ചെയ്ത് മമ്മൂട്ടിക്ക് അവാർഡ് നേടിക്കൊടുത്തുവെന്നും അദ്ദേഹം വെളിപ്പെടുത്തി. വിധേയൻ, പൊന്തന്മാട തുടങ്ങിയ ചിത്രങ്ങളിലെ അഭിനയത്തിന് 1993-ൽ മമ്മൂട്ടി മികച്ച നടനുള്ള ദേശീയ അവാർഡ് നേടി. എന്നിരുന്നാലും നോമിനേഷൻ പട്ടികയിൽ മമ്മൂട്ടി ഉണ്ടായിരുന്നിട്ടും അവാർഡ് തീരുമാനിക്കുന്നതിൽ ലോബിയിങ് നിർണായകമായിരുന്നുവെന്ന് പരേഷ് ആരോപിച്ചു. വോട്ടെണ്ണലുമായി ബന്ധപ്പെട്ട ചില സാങ്കേതിക നടപടിക്രമങ്ങളും റെഡ്ഡി തങ്ങൾക്ക് വിശദീകരിച്ച് നൽകിയതായാണ് മമ്മൂട്ടിക്ക് അവാർഡ് നേടാൻ കാരണമെന്ന് ബോളിവുഡ് താരം ആരോപിച്ചു. മോദി സർക്കാരിന്റെ കാലത്തല്ല 2013-ലാണ് തനിക്ക് ദേശീയ അവാർഡ് ലഭിച്ചതെന്ന് പരേഷ് ചൂണ്ടിക്കാട്ടി. ദേശീയ അവാർഡിനെ അദ്ദേഹം ബഹുമാനിക്കുന്നു. എന്നാൽ ആ സംവിധാനത്തിലും നിരവധി പോരായ്മകളും വീഴ്ചകളുമുണ്ട്. നിരവധി സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും പരേഷ് അഭിപ്രായപ്പെട്ടു. ഉദാഹരണത്തിന് മനീഷ കൊയ്രോളയുടെ സിനിമ അവാർഡിനായി സമർപ്പിച്ചിട്ടില്ല. അത്തരം രാഷ്ട്രീയവും അവിടെ നടക്കുന്നുണ്ട്. ലോബിയിങ് ശക്തമാണ്. ഓസ്കാറിലും അത് നടക്കുന്ന കാര്യമാണ്. പിന്നെ ദേശീയ അവാർഡിനെക്കുറിച്ച് പറയേണ്ടതില്ലല്ലോ. മുംബൈ മേരി ജാനിലെ ഗാനം കണ്ടതിന് ശേഷം നസ്രുദ്ദീൻ ഷാ ഒരു രാത്രി 12:30 വിളിച്ച് എൻ്റെ അഭിനയത്തെ പ്രശംസിച്ചു. ആ വാക്കുകൾ എൻ്റെ മനസ്സിനെ നിറച്ചു. ഓംപുരി ഒരിക്കൽ എന്നെ വിളിച്ച് എൻ്റെ മികച്ച പ്രകടനത്തെ പ്രശംസിച്ചിരുന്നു. എനിക്കിതൊക്കെ തന്നെയാണ് ധാരാളം. ഇതെല്ലാം പുരസ്കാരം കിട്ടുന്നതിന് തുല്യമാണ്, പരേഷ് പറഞ്ഞു. അതേ അഭിമുഖത്തിൽ പരേഷ് നടത്തിയ വിചിത്രമായ അവകാശവാദത്തിനും അദ്ദേഹം വാർത്തകളിൽ ഇടം പിടിച്ചു. അസുഖം ബാധിച്ചപ്പോൾ 1 മാസത്തോളം സ്വന്തം മൂത്രം കുടിച്ചുവെന്നാണ് ബിജെപി നേതാവിന്റെ വെളിപ്പെടുത്തൽ. എല്ലാ ദിവസവും രാവിലെ ബിയർ കുടിക്കുന്നത് പോലെ മൂത്രം കുടിച്ചു. അങ്ങനെയാണ് തന്റെ രോഗം ഭേദമായതെന്നും പരേഷ് അവകാശപ്പെടുന്നു.